നമസ്കാരം. പുണ്യം പാപം, പുണ്യകർമ്മം പാപകർമ്മം, കർമ്മം കർമ്മഫലം. കർമ്മഫലം അനുഭവിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രായശ്ചിത്തം എന്നുള്ളതാണ്. വളരെ ലളിതമായ ചോദ്യമാണ്. പുണ്യേന പുണ്യം പാപേന പാപം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു. ആക്ഷൻ കോസസ് റിസൾട്ട് എന്നുള്ളതാണ്. ഇതിൽ പിന്നെ എന്തിനാണ് പ്രായശ്ചിത്തം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ഒരു ചെറിയ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു രോഗം വരികയാണ്. രോഗം എന്താണ്? ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ തശാന്തിരൗഷധൈഹി ദാനൈഹി ജപഹോമ അർച്ചനാദിഭിഹി എന്ന് പറഞ്ഞു. അപ്പോൾ ജന്മാന്തരകൃതം പാപം, അപ്പോൾ ഒരുപാട് ദുഷ്കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് പലതരം രോഗങ്ങൾ വന്നു പിടിപെടുന്നു. നമ്മൾ ആരെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടോ? അതിനുള്ള മരുന്ന് അന്വേഷിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇനി ദുഷ്കർമ്മം ചെയ്തു എനിക്കൊരു അസുഖം വന്നെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഞാൻ മരുന്ന് അന്വേഷിച്ച് പോകും. അല്ലാതെ എൻ്റെ പാപഫലമാണ് ഈ രോഗമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമോ? ഒരിക്കലുമില്ല. ഡോക്ടറും പറയില്ല നിനക്ക് ഈ ക്യാൻസർ വന്നത് നിൻ്റെ പൂർവ്വജന്മ കൃതമായ ദുഷ്കർമ്മങ്ങൾ മൂലമാണ് എന്ന് ഡോക്ടർ പറയുകയാണ്, നീ അനുഭവിച്ചോളൂ എന്ന് പറയുകയാണോ ഡോക്ടറിൻ്റെ ഇന്നത്തെ ധർമ്മം? ഒരിക്കലുമല്ല. രോഗി വരുമ്പോൾ രോഗിക്ക് അതിന് അനുസൃതമായിട്ടുള്ള മരുന്നുകളെ കൊടുത്ത് അദ്ദേഹത്തെ രോഗവിമുക്തനാക്കുവാനുള്ള ഒരു ശ്രമം. ഇവിടെ ശ്രമമാണ്, ഏവരും ശ്രദ്ധിക്കുക. കാരണം വ്യാധേതത്വ പരിജ്ഞാനം വേദനായാശ്ച നിഗ്രഹ ഏതത് വൈദ്യസ്യ വൈദ്യത്വം നവൈദ്യ പ്രഭുരായുഷേ. വൈദ്യന് ആയുസ് കൊടുക്കാൻ പറ്റില്ലത്രേ. അപ്പം അങ്ങനെ നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രായശ്ചിത്തം, പ്രായോ നാമ തപഃപ്രോക്തം എന്നുള്ളതാണ്. പ്രായഃ എന്ന് പറഞ്ഞാൽ തപസ്സാണ്. ചിത്തം നിശ്ചയമുച്യതേ. അപ്പോൾ ചിത്തം എന്നുള്ളതാണ് നിശ്ചയമാണ്. നിശ്ചയം എന്താണ്? പാപക്ഷയ സാധനത്വേന നിശ്ചയമിത്യർത്ഥ. പാപക്ഷയ സാധനത്വേന. അങ്ങനെ ചിത്തം നിശ്ചയമുച്യതേ. തപോ നിശ്ചയ സംയുക്തം. ഈ തപസ്സും നിശ്ചയവും. പ്രായശ്ചിത്തം ഇത് സ്മൃതം. അങ്ങനെ പ്രായശ്ചിത്തം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. ഉദാഹരണമായി ഒരാൾ തെറ്റ് ചെയ്യുകയാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കും, എന്തായാലും ചിന്തിക്കും. ധർമ്മബോധമുള്ള മനുഷ്യൻ ചിന്തിക്കും. ആ ധർമ്മബോധമാണല്ലോ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത്. കാരണം ശയനേ ഭോജനേ ചൈവ പ്രജോത്പാദന കർമ്മസു സമാനഭാവോ ഭൂതാനാം എന്ന് പറഞ്ഞു. ധർമ്മേണൈവ നരഃപരഃ. അങ്ങനെ ഇതെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും ഒന്നാണെന്നും ധർമ്മം എന്നുള്ള ബോധമാണ് മനുഷ്യനെ വേർതിരിക്കുന്നതെന്നും. അങ്ങനെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവന് ക്ലേശം ഇല്ലെങ്കിൽ അവനെ ദുഃഖിപ്പിച്ചല്ലോ, അവൻ്റെ മനസ്സ് എന്താകും, ഇല്ലെങ്കിൽ അവന് ദോഷം ഭവിച്ചല്ലോ, അവൻ്റെ ജീവിതയാത്രയ്ക്ക് തടസ്സം നിന്നല്ലോ, പലവിധ ക്ലേശം നമ്മളാൽ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ചിന്ത മനുഷ്യ മനസ്സിനെ അലട്ടും. ഇനി അതിനെന്താണ് പരിഹാരം എന്ന് സാധാരണക്കാർ ചോദിച്ചിരിക്കും. അപ്പോൾ വേദം, ധർമ്മശാസ്ത്രം, ഇല്ല ശ്രുതി, സ്മൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്ന കർമ്മങ്ങൾ ചെയ്തോളൂ. അപ്പം ഇങ്ങനെ സമഷ്ടി മനസ്സിലേക്ക്, സമൂഹ മനസ്സിലേക്കായിക്കൊണ്ട് നല്ല സങ്കല്പത്തോടു കൂടി അവനവൻ്റെ പ്രായശ്ചിത്തം ഇല്ലെങ്കിൽ അനുഷ്ഠിക്കണം എന്നുള്ള ബോധത്തോടു കൂടി പശ്ചാത്താപത്തോടു കൂടി ചെയ്യുന്ന ക്രിയകൾക്ക് ഫലം ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ക്രിയ കഴിക്കുമ്പോൾ നമ്മൾ സങ്കല്പം ചെയ്യുകയാണ്. സങ്കല്പ വികല്പമാനം മനഃ. അപ്പോൾ മനസ്സിൽ സങ്കല്പം ജനിക്കുന്നു. അങ്ങനെ പശ്ചാത്താപം വരുന്നു. നല്ലവണ്ണം പശ്ചാത്താപം ചെയ്യുകയാണ്. അതുതന്നെ നമ്മളെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ഫ്രീ വിൽ, ആഗാമി കർമ്മം, അതിൽ നല്ലത് ചെയ്യുവാനായി ധർമ്മബോധത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ പശ്ചാത്താപത്തിൽ നിന്ന് ധർമ്മബോധം, ഇനിയുള്ള ഫ്രീ വിൽ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം. പ്രായശ്ചിത്ത കർമ്മങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ കർമ്മം മനസ്സിനെ ദൃഢീകരിപ്പിക്കുകയാണ്. ആ ദൃഢീകരണം സങ്കല്പത്തിലൂടെ നാം ക്രിയകൾ ചെയ്യുന്നു, അതിലേക്ക് പരിഹാരമാകുന്നു. ഈ പരിഹാരം ഏവരും മനസ്സിലാക്കുക. പാപത്തെ ക്ഷയിപ്പിക്കുകയല്ല, അതിനെ ലഘൂകരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്രകാരമാണോ ഒരു കയ്പുള്ള മരുന്നിൽ തേനും ചേർത്ത് ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ്. കയ്പുള്ള മരുന്ന് ഒരിക്കലും കുട്ടി കഴിക്കില്ല.
തേൻ ചേർക്കുകയാണ്. കയ്പുള്ള മരുന്നിൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ക്വാളിറ്റിയും മാറിയിട്ടില്ല. പക്ഷേ അത് കുട്ടി തേനും കൂടി ചേർത്ത് കഴിച്ചപ്പോൾ ഇനിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഈ പാപങ്ങളെല്ലാം തന്നെ ക്ഷയിക്കുവാനായി, ലഘൂകരിക്കുവാനായി നമുക്ക് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൂടിയേ തീരൂ എന്നുള്ളത് ഇതിനാൽ സിദ്ധമാകുന്നു. ഒരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം കൂടി പറയാം. അതായത് ഒരാൾക്ക് 5000 രൂപ കടമുണ്ട്, പാപകർമ്മമാണ്, ലയബിലിറ്റിയാണ്. അസറ്റുണ്ട്, 10,000 രൂപ അസറ്റുണ്ട്. അപ്പോൾ ഈ 5000 രൂപ കടമടയ്ക്കണം എന്നുള്ളത് വളരെ വലുതായിട്ട് നമുക്ക് തോന്നും. ഈ അസറ്റ് 50,000 ആണെങ്കിലോ സാരമില്ല, 50 ലക്ഷം ആണെങ്കിലോ 5000 രൂപ കടമുണ്ട്. അയ്യേ, അതെന്താണ് അങ്ങ് കൊടുത്തേക്ക്, ഒന്നുമില്ല, ഫീലേ ഇല്ല. ഇപ്പം 5000 എന്നുള്ള തുക അവിടെ മാറുന്നില്ല, ദുഷ്കർമ്മഫലം അവിടെ തന്നെയുണ്ട്. സത്കർമ്മം കൂടി നിൽക്കുമ്പോൾ ആ പാപകർമ്മം, അതിൻ്റെ ഫലം നമ്മൾ അറിയത്തുകൂടിയില്ല, അനുഭവിച്ച് അങ്ങ് തീർക്കും നമ്മൾ അറിയത്തില്ല. അങ്ങനെ അതും കൂടി ചേർത്ത് വായിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു. നമസ്കാരം.